ഗൈസ് നമ്മളങ്ങനെ മണാലിയിൽ നിന്ന് നേരെ കുളുവിലോട്ട് പോവാണ്. അവിടെ കുറേ എക്സ്പ്ലോർ ഹിമാലയ അങ്ങനെയൊക്കെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് ഈ റൈഡിനൊക്കെ പോകാൻ. ഞങ്ങളവിടെ തിരഞ്ഞെടുത്ത പാരാഗ്ലൈഡിങ് ഒന്നുമല്ല, റിവർ റാഫ്റ്റിംഗ് തിരഞ്ഞെടുത്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കൂടെ ഒരു ഗൈഡും വരും. നമ്മൾ വെള്ളത്തിൽ ഫുള്ളായിട്ട് കുളിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ ആ വെള്ളത്തിൻ്റെ ഓളത്തിൽ ഇങ്ങനെ അടിച്ച് തന്നെ വരും. നമ്മൾ ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ്. ആ മഞ്ഞിൽ നിന്ന് നേരെ ഒഴുകി വരുന്ന വെള്ളമായത് നല്ല തണുപ്പ്. അപ്പുറത്ത് ആ മണാലിയിലെ മഞ്ഞിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പം നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ മുഴുവൻ കുളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ദേവലോകം എന്ന് പറഞ്ഞൊരു കൾച്ചറൽ തീം പാർക്കിലോട്ടാണ്. അവിടെ ഫുള്ളൊരു കൾച്ചറൽ തീം പാർക്കാണ്. നമുക്ക് ഈ 12 ജില്ലകൾ, ഹിമാചൽ പ്രദേശിൻ്റെ 12 ജില്ലകളിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ കൾച്ചർ, അവിടുത്തെ ഡാൻസിങ് അങ്ങനത്തെ എല്ലാം അവിടെ കാണാം. അവിടുത്തെ ആ ദേവലോകം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ കാണാം. പിന്നെ നമുക്ക് പൈസ കൊടുത്ത് അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് ഹിമാചൽ അങ്ങനെ മോഷൻ പ്ലാറ്റ്ഫോം ഷോ അങ്ങനെ പറഞ്ഞ് കുറേ ഷോകളുണ്ട്. അതൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ തന്നെ നമുക്ക് ഒരുപാട് കയറി പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട്. അവിടുത്തെ ഓരോ ബുദ്ധിസ്റ്റ് കൂട്ടത്തെ കുറേ ഫോട്ടോകളും അതും ഇതും എല്ലാം കാണാനുണ്ട്. പിന്നെ അവരുടെ തന്നെ ഒരു ഷോയുടെ എല്ലാം ഒരു ലിസ്റ്റുണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മെഷീൻ ഐസ്ക്രീം കഴിക്കുന്നത്. മെഷീൻ ഐസ്ക്രീം അവിടുന്ന് മേടിച്ചു. അവിടെ തന്നെ അകത്ത് റെസ്റ്റോറൻറ്റ്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മണാലി ഇതിൻ്റെ അകത്തൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു, ആ 3Dയുടെ അകത്തൊന്നും. കാരണം അവർക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും. ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ ആ മോഷൻ പ്ലാറ്റ്ഫോം ഇത്. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ഡൽഹിക്ക് പോയി. ഞങ്ങളുടെ കൂടെ വന്ന ഒരു നല്ല ആളായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.